എന്തൊരു പെണ്ണാത്! അഭിമന്യുവിനെ പോലെ ഒരാളെ പരസ്യമായിട്ട് ആക്ഷേപിക്കാന്ന് പറഞ്ഞ? സത്യത്തിൽ അഭിയേട്ടനെ മാത്രമല്ലല്ലോ, അമൃതേച്ചി ഇവിടെ ആക്ഷേപിച്ചിട്ടല്ലേ അവൾ ഇവിടുന്ന് പോയത്. സത്യം പറഞ്ഞ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് ഇത്രയും അഹങ്കാരം കാണിച്ചിട്ട് പോയ അവളെ ഓട്ടി കൊടുത്ത് വിടേണ്ടതായിരുന്നു. അവളുടെ സംസ്കാരം അല്ലല്ലോ നമ്മുടേത്. അവരത്രയൊക്കെ പറഞ്ഞിട്ടും അഭിയേട്ടൻ തിരിച്ചൊരക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. അതാ ഒരു ആണിന്റെ അന്തസ്. അവന് വേണമെങ്കിലേ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയാമായിരുന്നില്ലേ? അവനൊന്നും പറഞ്ഞില്ലല്ലോ. സത്യത്തിൽ ദിവ്യപ്രഭയുമായിട്ടുള്ള കല്യാണം മുടങ്ങിയത് കാരണം അഭിമന്യു ജീവിതത്തിൽ രക്ഷപ്പെടുകയാ ചെയ്തത്. ഓ, അല്ലെങ്കിൽ അവളെ പോലൊരു പെണ്ണിനെ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വന്നേനെ ആ പാവത്തിന്. അയ്യോ, അതിനെങ്ങാനും കെട്ടി പൊറിപ്പിക്കേണ്ടി വന്നിരുന്നേല് മനസമാധാനം എന്നുള്ളത് ആ ചെറുക്കന് ജീവിതത്തിൽ കിട്ടത്തില്ല. അല്ല അഖിലേ, അവള് നമ്മുടെ അമൃതയും അഭിമന്യുവിനെയും ചേർത്ത് എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ടായിരുന്നല്ലോ. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അഭിയേട്ടന് അമൃതേച്ചി ഇഷ്ടമായിരുന്നു. പക്ഷേ ചേച്ചിയുടെ മനസ്സില് സുമേഷ് ഏട്ടനായിരുന്നു. സുമേഷിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പോഴെങ്കിലും അമൃതയ്ക്ക് മനസ്സിലായി കാണുമല്ലോ. സുമേഷ് ഏട്ടന്റെ കല്യാണം പറഞ്ഞുറപ്പിച്ചു വെച്ചതുകൊണ്ടാ അഭിയേട്ടന്റെ ആ പ്രപ്പോസല് നടക്കാതിരുന്നത്. എല്ലാ അർത്ഥത്തിലും ചേരേണ്ട രണ്ടാളുകളായിരുന്നു അമൃതയും അഭിയും. ഇനിയും വൈകിട്ടില്ലല്ലോ അപ്പച്ചേ. ഇനി അവർക്ക് ഒന്നിക്കാവുന്നതല്ലേ ഉള്ളൂ. അയ്യോ, അമൃത വരുന്നു. അല്ല, നിങ്ങളിങ്ങനെ കഥ പറയാൻ നിൽക്കാതെ പോയി ഭക്ഷണം വിളമ്പി കഴിക്കാൻ നോക്ക്. വാ വാ വാ, എല്ലാരും നിങ്ങൾക്ക് വിശക്കെന്ന് പറഞ്ഞില്ലായിരുന്നോ? വാ വാ. ഹലോ. ഇന്നവിടുന്ന് പോയ ശേഷം വിളിക്കാൻ പറ്റിയില്ല. അഭിമന്യു നല്ല സങ്കടത്തിലാണെന്നറിയാം. എനിക്ക് വിഷമുണ്ടായെന്നുള്ള സത്യ. പക്ഷെ ഈ വിളി വന്നതോടുകൂടി വിഷമൊക്കെ മാറി. അതാ സത്യം. അമൃതയുടെ ഈ ഒരു വിളി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും അമൃത ഇന്ന് രാത്രി തന്നെ വിളിക്കൊന്നും കരുതിയില്ല. അതെന്താ അങ്ങനെ പറഞ്ഞ? ചില കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും, പക്ഷെ അതങ്ങോട്ട് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയില്ല എന്ന് വെച്ച് ആരും പ്രതീക്ഷ കൈവിട്ട് ജീവിക്കുന്നില്ലല്ലോ. അതില്ല, പ്രതീക്ഷകളില്ലാത്ത ജീവിതം ഒരു ജീവിതമല്ലല്ലോ. ഒരിക്കലുമല്ല. അഭിമന്യു നല്ലത് പ്രതീക്ഷിക്കൂ. ദൈവം കൈവിടില്ല. താൻ വിളിച്ചത് സത്യത്തെ എനിക്ക് വലിയ സന്തോഷമായി. ഇന്നവിടെ വച്ചിട്ട് ഞാൻ വല്ലാതെ ഇൻസൾട്ടഡായി. ഒരു പെൺകുട്ടി ഇങ്ങനെ പെരുമാറാൻ സംസാരിക്കുകയൊക്കെ ചെയ്താൽ നമ്മള് വല്ലാണ്ടായി പോവും. അതൊക്കെ വിട്ടേക്ക്. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അഭിമന്യു സമാധാനത്തോടെ കിടന്നുറങ്ങ്. മറ്റൊന്നും ചിന്തിക്കണ്ട. ഈ നല്ല മനസ്സിന് ഒരുപാട് നന്ദി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.